ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024-25 അധ്യയന വർഷത്തെ 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് ഗതിവിധി ഏക് നോക്കൂ. സൂചന അപ്നെ ബാരേമേം ലിഖേ. നിങ്ങളെക്കുറിച്ച് എഴുതാനാണല്ലേ. എന്തൊക്കെ എഴുതാം നോക്കൂ. പ്രൊഫൈലാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്, മനസ്സിലായി. അപ്പോൾ നാം എന്താണ് ആ പേര്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക. ദെൻ കക്ഷ ഈസ് ക്ലാസ് അല്ലേ. കൂട്ടുകാർ എന്ത് ചെയ്യുക, കൂട്ടുകാർ എത്ര ക്ലാസ്സിലാണോ പഠിക്കുന്നത്, എത്രയിലാണ്, യെസ് പാഞ്ചുവി അല്ലേ. അപ്പം പാഞ്ചുവിയും 5ാം ക്ലാസ്സിലല്ലേ. സോ നമുക്ക് അവിടെ എന്ത് എഴുതാം, പാഞ്ചുവിയും. ദെൻ സ്കൂൾ, യെസ് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് അവിടെ എഴുതുക. ഓക്കെ, ദെൻ നീതു കെ പിള്ളേ കാ നാം ക്യാ ഹെ. നീതുവിൻ്റെ പട്ടിക്കുഞ്ഞിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റോമി, ടോമി. ഏതാണ് റൈറ്റ് ആൻസർ? അതെ, ടോമി ആണല്ലേ. ആൻസർ എന്താണ്, ടോമി. ദെൻ പിള്ളേക്കോ ക്യാ ഗാന പസന്ത് താ. പിള്ളേക്ക് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം? ദൂത് ഓർ ബിസ്കൂട്ട്, ചായ് ഓർ ബിസ്കൂട്ട്. എന്തായിരുന്നു, ചായയും ബിസ്കൂട്ടും അല്ലേ. സോ ആൻസർ എന്താണ്, ചായ് ഓർ ബിസ്കൂട്ട്. ദെൻ ഗതിവിധി ദോ നോക്കാം. സൂചന കവിതാംശ് പഠേം ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേം. എന്താണ്, യെസ് കവിതാ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് കവിത നോക്കാം. हवा बह रही डंडी डंडी घूम रही वह बहकी बहकी उड़ती उड़ती आई चिड़िया फुदक फुदक कर वे भी चहकी. നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, കവിതാസെ സമാൻ ധ്വനി വാലെ ശബ്ദ ചുൻകർ ലിഖി. സമാന സൗണ്ട് വരുന്ന, സെയിം സൗണ്ട് വരുന്ന വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം, യെസ് ഡണ്ടി ഡണ്ടി, ബഹക്കി ബഹക്കി, ഉടുത്തി ഉടുത്തി, ഫുദക് ഫുദക്. ഓക്കെ, ഇതിന് ഹവ കൈസി ബഹ്രഹി എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ഹവ വരുന്നത്, കാറ്റ് എങ്ങനത്തെ കാറ്റായിരുന്നു? യെസ് ഡണ്ടി ഡണ്ടിയാണല്ലേ, തണുത്ത കാറ്റല്ലേ. സോ ആൻസർ എന്താണ്, ഡണ്ടി ഡണ്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 3. സൂചന ചിത്രക്കോ രംഗ് ബരെ. ചിത്രത്തിന് നിറം കൊടുക്കാനാണല്ലേ. ഫസ്റ്റ് നോക്കൂ, പീല മഞ്ഞയല്ലേ. ദെൻ ലാൽ, യെസ് ചുവപ്പ്. ദെൻ നീല, നീല. ഹര എന്ന് പറഞ്ഞാൽ അതെ പച്ചയല്ലേ. ദെൻ കാല, യെസ് കറുപ്പ്. അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക, ഈ ചിത്രത്തിൻ്റെ നിറങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കുക. ദെൻ ഗതിവിധി 4 എന്താണ്, സൂചന ചിത്രയ്ക്ക് അനുസാർ പൂരാക്കരയും. എന്താണ്, ചിത്രത്തിനനുസരിച്ച് പൂരിപ്പിക്കാനാണല്ലേ. ഓക്കെ, നോക്കൂ. പിള്ള ഡേഷ് ഹേ. ഇവിടെ ചിത്രത്തിൽ നോക്കൂ, പിള്ള എന്ത് ചെയ്യുകയാണ്, യെസ് പിള്ള സോത്താ ഹേ. നെക്സ്റ്റ് പിക്ചറിൽ എന്താ പിള്ള ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുകയാണല്ലേ. സോ നമുക്ക് അവിടെ എന്ത് എഴുതാം, യെസ് പിള്ള ഗാത്താ ഹേ. ദെൻ തേർഡ് പിക്ചർ, പിള്ള കളിക്കുകയാണല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം പിള്ള ഗേൽത്താ ഹേ. ആൻസർ എന്താണ്, പിള്ള ഗേൽത്താ ഹേ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. പിള്ള കിസ്കെ നീച്ചെ സോത്താത. പിള്ള കിസ്കെ നീച്ചെ സോത്താത. പിള്ള എന്തിന് താഴെയാണ് സോത്ത ഉറങ്ങുന്നുണ്ടായിരുന്നത്? എന്തിന് താഴെയാണ്, അതെ ഫാനിന് താഴെയാണല്ലേ. സോ ആൻസർ എന്താണ്, യെസ് പങ്കേക്ക്. ആൻസർ എന്താണ്, പങ്കേക്ക്. ദെൻ പിള്ള കിസ്സെ ലടുത്താത. ആരുമായിട്ടാണ് ലടുത്താത വികൃതി കൂടിയിരുന്നത്? യെസ് മക്കി ആയിട്ടുമാണല്ലേ. ആൻസർ എന്താണ്, മക്കി. ദെൻ ഗതിവിധി 5. സൂചന കോഷ്ടക് സെ ചുനുക്ക് സഹി ഉത്തർ ലിഖേ. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. ഓക്കെ, നമുക്ക് ബ്രാക്കറ്റിൽ കുറേ വേർഡ്സ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. മച്ചലി, തിത്തലി, ഫൂൾ, ചിടിയ, ലടുക്കി. മച്ചലി എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് മീൻ അല്ലേ. ദെൻ തിത്തലി, യെസ് ആരാണ്, തിത്തലി എന്ന് പറഞ്ഞാൽ യെസ് ബട്ടർഫ്ലൈ. ദെൻ ഫൂൽ എന്താണ്, യെസ് നമുക്കറിയാം പൂവ്. ദെൻ ചിടിയ പക്ഷി. ലടുക്കി എന്ന് പറഞ്ഞാൽ യെസ് പെൺകുട്ടി. നമുക്ക് ഈസി ആയിട്ട് ഓരോന്നും കംപ്ലീറ്റ് ചെയ്യാലോ. നോക്കൂ. പേട് പർ ഡേഷ് ഹെ. അവിടെ എന്ത് എഴുതാം, യെസ് പേട് പർ ചിടിയ ഹെ. ദെൻ പൗധേ മേ ഫൂൽ ഹെ. ദെൻ നദീമേ, നമുക്ക് നദിയിൽ എന്താ കാണുന്നത്, മീനുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്കവിടെ നദീമേ മച്ചലി ഹേ. ദെൻ ബഗീജേ മേ യെസ് ലടുക്കി ഹേ. ദെൻ ലാസ്റ്റ് ഫൂൽ മേ തിത്തലി ഹേ. ഇതുപോലെ കൂട്ടുകാരെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ഗതിവിധി സൂചന കവിതാംശ് പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. എന്താണ്, യെസ് കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. ടില്ലു ജി സ്കൂൾ ഗയേ. എന്താണ്, ടില്ലു എന്ത് ചെയ്യാണ്, സ്കൂളിലേക്ക് പോയല്ലേ.
ബസ്ത ഘർ പർ ഭൂൽ ഗയേ. എന്താണ്? ബാഗ് അവിടെ വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. രാസ്തേ ബർദേ ഡരേ ഡരേ. പോകുന്ന വഴിക്ക് എന്താണ് വിറയ്ക്കുന്നുണ്ടായിരുന്നില്ലേ പേടിച്ചിട്ട്. സ്കൂൾ പഹുഞ്ചക്കർ അരേ അരേ. സ്കൂളിലെത്തിയേക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഖുഷിയായിരുന്നു, ഹാപ്പി ആയിരുന്നു അല്ലേ. ചുട്ടി കാ നോട്ടീസ് ചിപ്കാ. ചുട്ടിയുടെ ലീവിൻ്റെ നോട്ടീസ് കണ്ടു. ദേ ഖുഷി സേ ഭൂൽ ഗയേ. ദോനോ ബാഗ് മമ്മി കെ ഡാൽ ഗലേമേ ജൂൽ ഗയേ. എന്താണ്? ഇത് കണ്ടുനോക്കുമ്പോൾ നോട്ടീസിൽ എന്തായിരുന്നു? അന്ന് ലീവായിരുന്നെന്ന് കണ്ടല്ലേ. അത് കണ്ടുനോക്കുമ്പോൾ സന്തോഷമായി. ദെൻ ദോനോ ബാഹ്യെ മമ്മിക്ക് ഡാൽ ഗലേമേ ജൂൽ ഗയേ. എന്താണ്? രണ്ടുപേരും വന്നിട്ട് അമ്മയുടെ കഴുത്തിൽ തൂങ്ങുകയാണ് അല്ലേ. ഗലേമേം ജൂൽ ഗയേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സഹി മിലാൻ കരേ. ടില്ലുജി ബസ്ത ഘർ പർ ചുട്ടി കാ ദോനോ ബാഹ്യെ ദെൻ നോട്ടീസ് ചിപ്കാ മമ്മി കാ സ്കൂൾ ഗയേ ഭൂൽ ഗയേ. നമുക്ക് കവിത നോക്കിയിട്ട് എളുപ്പത്തിൽ ഇത് ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതാമല്ലോ. ഫസ്റ്റ് നോക്കൂ. ടില്ലുജി ഫസ്റ്റ് വരിയിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? ടില്ലുജി സ്കൂൾ ഗയേ. ദെൻ ബസ്ത ഘർ പർ ഭൂൽ ഗയേ. ദെൻ ചുട്ടി കാ നോട്ടീസ് ചിപ്കാ ദോനോ ബാഹ്യെ മമ്മി കെ. എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്യാമല്ലോ. ഈ കവിത നോക്കി അതേപോലെ ശരിയായ രീതിയിൽ കൂട്ടുകാർ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ കവിത കേലിയെ ഉചിത ശീർഷക് ദേ. കവിതയ്ക്ക് ഒരു ഉചിതമായ ഒരു ശീർഷകം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ടില്ലു എന്ന് എഴുതാം. അല്ല എന്താ അങ്ങനെ എഴുതാം? ഖുഷി എന്ന് എഴുതാം. അതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു വേർഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സോ അല്ലെങ്കിൽ ചെറിയൊരു സെൻറ്റൻസ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ടൈറ്റിലായിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലേ കൂട്ടുകാരെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.